ഏതായാലും നാളെ മറ്റന്നാളോ ആയിട്ട് എന്തായാലും തീരുമാനം വരും. നിങ്ങളുടെ ആകാംക്ഷയ്ക്കൊക്കെ അറുതി വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്താണെന്ന് അറിയില്ല. എന്നെ ദീപാദാസ് മുൻഷിയാണ് വിളിച്ച് നാളെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനെ കാണണമെന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് നാളെ 6 മണിയുടെ ഫ്ലൈറ്റിന് പോവാണ്. 9 മണിക്ക് എത്താം. 10 മണിയാകുമ്പോൾ ഓഫീസിൽ ചർച്ചയുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്കറിയില്ല. ഡൽഹിയിലെത്താൻ പറഞ്ഞു, നാളെ കാലത്ത് വരാമെന്നും പറഞ്ഞു. അത്ര തന്നെ. ബാക്കിയൊക്കെ എങ്ങനെയാണ് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. എങ്ങനെ അതായിരിക്കും. അല്ലാതെ കാലാവസ്ഥയെക്കുറിച്ച് ചോദിക്കാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കില്ലല്ലോ. ഏതായാലും നാളെ മറ്റന്നാളോ ആയിട്ട് എന്തായാലും തീരുമാനം വരും. നിങ്ങളുടെ ആകാംക്ഷയ്ക്കൊക്കെ അറുതി വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്താണെന്ന് നാളെ ചെല്ലുമ്പോഴല്ലേ അറിയുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എങ്ങനെ അത്രേ ഉള്ളൂ പറയാനുള്ളൂ. MLA-മാരുടെ എണ്ണം നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കണം എന്നില്ലല്ലോ. MLA-മാർ അതിൻ്റെ അകത്ത് പോയി പറഞ്ഞ കാര്യങ്ങളല്ലേ. അതുകൂടെ കേന്ദ്ര നേതൃത്വം അതൊക്കെ പരിശോധിക്കും. എന്തിനാ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എന്താ? ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ അത് ഫൈനലാണ്. അതിനെ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരും തന്നെ ഹൈക്കമാൻഡിൻ്റെ ഒരു ഉത്തരവിനെയും ഞങ്ങൾ ലംഘിക്കില്ല. ഞാൻ ഈ ഊഹാപോഹങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയില്ല. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയും. അതനുസരിച്ച് ഹൈക്കമാൻഡ് എന്തെങ്കിലും തീരുമാനം എടുക്കും. നാളെയോ മറ്റന്നാളായിട്ട് തീരുമാനം എടുക്കും. ഉറപ്പാണ്. 48 മണിക്കൂറിനധികം പോയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ല, എന്താ ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. 10 ദിവസമൊക്കെ ധാരാളമല്ലേ. എന്താ കുഴപ്പം എന്താ? എങ്ങനെ അല്ല, അത് തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ 2-3 ആഴ്ച എടുത്തേനെ. ഏതായാലും വേറെ കുഴപ്പം ചെയ്തു എന്നൊന്നും ഇല്ലല്ലോ. അത് ഭാഗ്യം.